അവർക്ക് ടിക്കറ്റ് ഇതര വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ, ഇപ്പൊ കാർഗോ കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളുണ്ട്. മുകളിൽ പണ്ട് കാർഗോ കൊണ്ടുപോയിരുന്നു. പണ്ട് സർസിപി ട്രാൻസ്പോർട്ട് തുടങ്ങിയ സമയത്ത് അന്നത്തെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം കാർഗോ ആയിരുന്നു. അപ്പൊ നമ്മൾ ബസ് കാർഗോ ഇല്ല ബലത്തിൽ, നമ്മുടെ കയ്യിലുള്ള ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ ബസ് കാർഗോ എന്നുള്ള സമ്പ്രദായം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? നോക്കാം. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. അങ്ങനെയാണ് നമ്മുടെ ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ഒരു കാര്യം തീരുമാനിച്ചത്. മറ്റു വരുമാനമൊക്കെ ഉണ്ടാക്കണം എന്നല്ലേ പറഞ്ഞ്. എന്തായാലും ഈ ടിക്കറ്റ് യാത്രക്കാർക്ക് കൊടുത്ത് അവരുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. കാരണം 2500 രൂപയെങ്കിലും മിനിമം ഓരോ ബസ്സിനും കുറവുണ്ടെന്ന് നമ്മുടെ മന്ത്രി പോലും സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റു വരുമാനം കണ്ടെത്തണം. അപ്പോൾ കാർഗോ ആക്കി മാറ്റിക്കൂടെ ഈ ബസ് എന്നാണ് പറയണത്. എന്ന് പറഞ്ഞാൽ ഈ വലിയ ചാക്കൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു രൂപത്തിൽ ഈ പ്രൈവറ്റ് ബസ്സൊക്കെ ആക്കി കൂടെ എന്നാണ്. അപ്പോൾ യാത്രക്കാർ കയറുമെന്ന് അറിയില്ല കേട്ടോ. ഈ ചാക്കൊക്കെ കയറ്റുന്ന വണ്ടിയിൽ യാത്രക്കാരൊക്കെ കയറാൻ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്ന് മാത്രമല്ല, ഈ ഗുഡ്സ് ഓട്ടോ പോലെയുള്ള വണ്ടിക്കാരപ്പോൾ സമരം തുടങ്ങുമെന്ന് അറിയില്ല. കാരണം ഇതൊക്കെ ബസ് കൊണ്ടുപോകാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഗുഡ്സ് ഓട്ടോക്കാർക്കും ഗുഡ്സ് വണ്ടികൾക്കൊക്കെ അവരുടെ ജീവിതം മുട്ടും. അപ്പോൾ അവർ സമരത്തിന് ഇറങ്ങണം. ഇത് വല്ലാത്തൊരു പൊല്ലാപ്പായി തീർന്നു. ഒരു പ്രിയദർശിനി ബസ്സിന് സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊടുത്തേ ഉള്ളൂ. അന്ന് തുടങ്ങിയതാണ്. നമ്മൾ ഇതിനു മുമ്പൊന്നും ഇങ്ങനെ ഒരു ക്ഷേമ പ്രവർത്തനം നടത്തിയിട്ട് മറ്റൊരു വിഭാഗത്തിന് ദ്രോഹം ഉണ്ടാക്കിയൊരു സംഗതി ഇതിനു മുമ്പ് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള സൗജന്യങ്ങൾ, ക്ഷേമ പെൻഷനുകളൊക്കെ കൊടുത്തപ്പോൾ മറ്റൊരു വിഭാഗത്തിന് ഒരു ദ്രോഹം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമായി നമ്മൾ കേട്ടിട്ടില്ല. ഇതിപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയാണ് ഉണ്ടായത്. ഒരു ഗ്യാരണ്ടി അങ്ങോട്ട് നടപ്പിലാക്കി. അപ്പോൾ 2 വ്യവസായം അങ്ങോട്ട് പൂട്ടി എവിടെ എത്തി? കട്ടപ്പുറത്ത് എത്തുന്നതാണ് പറയണത്. KSRTCക്ക് ദിവസവും 2.5 കോടി നഷ്ടമുണ്ടെന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നു. പിന്നെയോ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ പറയുന്നത് അവർക്ക് ഏതാണ്ട് ഒരു 1.5 കോടി രൂപ, ഇപ്പോൾ ഓൾറെഡി ഇതിനകം ഒരു 25 കോടി രൂപ ഒരു മാസത്തിനകം നഷ്ടം വന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5000-ഓളം KSRTC ഷെഡ്യൂൾ നടത്തുമ്പോൾ സ്വകാര്യ ബസ്സുകൾ അതിൻ്റെ 2-3 ഇരട്ടി 10-15,000 ബസ്സുകളാണ് ഇവിടെ പൊതുഗതാഗതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് പല ജില്ലകളിലും പല വിധത്തിലാണ് കേട്ടോ. ചില ഭാഗത്ത് മലബാറിലൊക്കെ KSRTC കുറവാകുമ്പോൾ തെക്കൻ ജില്ലകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്വകാര്യ ബസ്സുകളെക്കാളൊക്കെ ഈ KSRTC ആണ്. അപ്പോൾ ഈ 2ഇടത്തും ഇതിനെ ബാധിച്ചിട്ടുണ്ട്. 2 വിധത്തിലാണെന്നേ ഉള്ളൂ. ഇവിടെ ഈ KSRTC വരുന്നതും കാത്തിട്ട് സ്ത്രീകളൊക്കെ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സമയത്തൊക്കെ തന്നെ ഈ സ്വകാര്യ ബസ്സുകൾ വെറുതെ കാലിയായിട്ട് ഓടുകയാണത്രേ. അപ്പോഴാണ് അവരോടൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾ മറ്റെന്തെങ്കിലും വരുമാനം നോക്കിക്കോ, കുറച്ചാൽ വേറെ പോയി പണി നോക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന എൻ്റെ വേറൊരു ഭാഷയിൽ പറയാണ്. നിങ്ങൾ വേറെ എന്തെങ്കിലും വിധത്തിൽ വരുമാനം ഉണ്ടാക്കിയിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ ഓടിച്ചാൽ മതി എന്നാണോ പറഞ്ഞതെന്നറിയില്ല. എന്തായാലും അവർ പറഞ്ഞത് കേട്ടു. അതനുസരിച്ചിട്ട് അവർ ചെയ്ത പരിപാടി ഒന്ന് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് നഷ്ടത്തിലോടുന്ന സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബസ് ജീവനക്കാർ ബസ്സിൽ അച്ചപ്പ കച്ചവടം നടത്തുന്നു. എല്ലാവരും സഹകരിക്കണം. ബസ്സിനുള്ളിൽ പലഹാര കച്ചവടം തുടങ്ങി പത്തനംതിട്ടയിലെ സ്വകാര്യ ബസ് ജീവനക്കാർ. ടിക്കറ്റ് ഇതര വരുമാനം കണ്ടെത്താൻ സ്വകാര്യ ബസ്സുകൾ മറ്റു വഴി തേടണമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നടപടി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി KSRTCയിൽ നടപ്പാക്കിയതിന് പിന്നാലെ സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നതിന്റെ പശ്ചാത്തലത്തിലാണിത്. ഇനി ഇതിന്റെ പേരിൽ അവർക്കെതിരെ പെർമിറ്റ് ലംഘനത്തിന് നടപടിയെടുക്കുമോ എന്നും നമുക്കറിയില്ല. എന്തായാലും പല ബസ്സുകളിലും ആളുകളില്ല. ഈ സ്കൂൾ കുട്ടികളും മറ്റും കയറുന്ന കൺസെഷൻ ടിക്കറ്റ് മാത്രമാണുള്ളത്. അതിൽ നിന്നൊരു മോചനം കിട്ടാനും അല്പമെങ്കിലും വരുമാനം കിട്ടുമോ നോക്കാനും വേണ്ടിയാണ് ഇപ്പോൾ ഈ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ബസ്സുകളിൽ പലഹാരങ്ങളും മറ്റും വിൽക്കുന്നത്. എന്തൊരു സങ്കടകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നേയില്ല. ഭരണത്തിലിരിക്കുന്നവർ ഒട്ടും തന്നെ ഒരു ആലോചനയും ബുദ്ധിയും പ്രയോഗിക്കാതെ നടത്തിയ ഒരു പരിഷ്കാരം, ഒരു ജനക്ഷേമ പ്രവർത്തനം വളരെ നല്ലൊരു കാര്യം. സ്ത്രീകൾക്ക് സൗജന്യമായി KSRTCയിൽ യാത്ര അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു തെറ്റല്ല. പക്ഷെ അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും ആ സൗജന്യം കൊടുക്കണം. അതിനെന്താണ് മാർഗമെന്ന് അവർ കണ്ടെത്തണം. അവരും ഈ നാട്ടിലെ സ്ത്രീകളാണല്ലോ.
അവരും യാത്ര ചെയ്യുകയാണല്ലോ. KSRTC ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ ആ സൗജന്യത്തിന് അർഹത ഇല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതിൻ്റെ റീംബേഴ്സ്മെൻറ്റ് അവർക്ക് സ്വകാര്യ മുതലാളിമാർക്കും കിട്ടി. ഈ വ്യവസായം മുന്നോട്ട് പോകണ്ടേ? 20,000 പേരെങ്കിലും അത്തരം ഒരു സ്ഥാപനത്തിൽ പോരാ, അതിൽ കൂടുതൽ ജോലിക്കാരുണ്ടാവും. ഒരു ബസ്സിന് 2 പേര് കൂട്ടിയാൽ തന്നെ ഏതാണ്ട് ഒരു 30,000 പേരെങ്കിലും ഉണ്ടാവും. അവരുടെ കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ടാവും. അപ്പോൾ വോട്ട് കിട്ടുക, അധികാരം കിട്ടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ച് ഒരന്തവുമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങളോട് വാഗ്ദാനം ചെയ്യുക. അവരൊരിക്കലും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതായിട്ടേ നമ്മൾ ഇതിനു മുമ്പ് ഈ കേരളീയ സമൂഹം ആവശ്യപ്പെട്ടതായി കണ്ടിട്ടില്ല. പക്ഷേ കേരളീയ സമൂഹം അത്തരം ഒരു ഡിമാൻഡ് വെച്ചിട്ടില്ലെങ്കിലും ആ സൗകര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അവർ ആ പ്രിയദർശിനി ബസ്സിൻ്റെ സമയം നോക്കിയിട്ട് അവർ യാത്രയൊക്കെ റീഷെഡ്യൂൾ ചെയ്ത് അത് കാണിക്കുന്ന ഒരു തിക്കും തിരക്ക് നിങ്ങൾക്ക് കാണണമെങ്കിൽ അതൊരു കാഴ്ച കണ്ടോളൂ. അത് കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. സോഷ്യൽ മീഡിയ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ കണ്ട കാഴ്ചയാണ് ഈ കാണിക്കുന്നത്. യാത്ര KSRTC അനുവദിച്ചതിന്റെ അന്ന് മുതലാണ് ഈ ദുരനുഭവം പൊന്മുടിയിലുണ്ടാകുന്നത്. വനിതകൾക്ക് വേണ്ടി ഫ്രീ ടിക്കറ്റ് അനുവദിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വനിതകൾ പൊന്മുടിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രത്യേക സംഭവമായി മാറിയിരിക്കുന്നു. കാരണം ഫ്രീ ടിക്കറ്റാണ്. അതുകൊണ്ട് ധാരാളമായി വനിതകൾ പൊന്മുടിയിലേക്ക് സഞ്ചരിക്കുന്നു. ഈ സാധാരണ റോഡുകളിൽ പോലും ഓവർലോഡ് അനുവദിക്കാത്ത MVD ഇവിടെ ഇപ്പോൾ പൊന്മുടിയിലേക്ക് പോകുമ്പോൾ ഇത്ര 22 ഹെയർപിൻ ടേണിംഗ് ഉള്ള ഈ പൊന്മുടിയിലേക്ക് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ അസാധ്യ ഓവർലോഡാണ്. അത്രയ്ക്കും തിക്കും തിരക്കുമാണ് ഈ ബസ്സുകളിൽ. ഈ ഹൈറേഞ്ചിൽ ഇത്രയും ആൾക്കാരെ കൊണ്ടുപോകുന്നത്, അതുപോലെ തിരിച്ചു കൊണ്ടുവരുന്നത് ഈ KSRTC ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതപൂർണമായ ഒരു സംഭവമാണ്. നോക്കൂ, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഈ പുതിയ സർക്കാരിൻ്റെ ഈ പദ്ധതിയെ, പ്രിയദർശിനി പദ്ധതിയെ 2 കൈ നീട്ടി സ്വീകരിച്ച ഒരു അപൂർവ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തൊരു തിക്കും തിരക്കാണ് നോക്കി ആ വെറുതെ യാത്ര ചെയ്യാനുള്ള അവരുടെ ഒരു ആവേശം കണ്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ സമൂഹത്തിലുണ്ടാക്കിയ ബാക്കി പത്രം എന്ന് കേൾക്കണ്ടേ? അതും കൂടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കേട്ടാൽ ഇതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് മനസ്സിലാവും. മറ്റൊന്നും ഇവിടെ പറയാനില്ല. നമ്മുടെ പ്രേക്ഷകർ ഇതിനെ ഒന്ന് വിലയിരുത്തിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. സ്വകാര്യ ബസ് മേഖലയ്ക്ക് കഴിഞ്ഞ 12 ദിവസത്തിനിടെ ഉണ്ടായത് 25 കോടി രൂപയുടെ വരുമാന നഷ്ടമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര തുടങ്ങിയ ശേഷമാണ് വരുമാനത്തിൽ കുത്തനെ ഇടിവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് 880 ബസ്സുകൾ സർവീസ് അവസാനിപ്പിക്കാനുള്ള അപേക്ഷ ഇപ്പോൾ തന്നെ നൽകി. 3000 ബസ്സുകൾ കൂടി ഉടൻ അപേക്ഷ നൽകുമെന്ന് ബസ് ഉടമകൾ പറയുന്നു. ഇത്ര ആൾക്കാരെ ഉണ്ടാവാറുള്ളൂ. ഇത് ഈ വണ്ടിയുടെ മെയിൻ ചാലാണ്. ഏട്ടരയ്ക്ക് വടക്കഞ്ചേരിക്ക് പുറപ്പെടുന്ന മെയിൻ ചാലാണ്. ഇപ്പോൾ അതാണ് അവസ്ഥ വണ്ടിയുടെ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാലോ. 12,000 രൂപ കിട്ടുന്ന ചാലാണ് ഈ വണ്ടി. ഡാമിൽ നിന്ന് വടക്കഞ്ചേരി എത്തുമ്പോഴേക്കും ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഒരു ദിവസം 12,000 കിട്ടാറുണ്ട്. 12,000 ഈ വണ്ടിയുടെ മെയിൻ ചാലാണിത്. 12,000 വടക്കഞ്ചേരി എത്തുമ്പോഴേക്കും മംഗൾ ഡാമിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അവസ്ഥ. തീയിലിരിക്കാൻ ആളില്ലാണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എത്ര കിട്ടുന്നുണ്ട്? ഇപ്പോൾ വണ്ടിയുടെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഓട്ടം നോക്കുമ്പോൾ എണ്ണ ഇരിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ്.